നികുതി റിട്ടേൺ സമർപ്പിച്ചവരിൽ നിന്ന് മുൻഗണന റേഷൻ കാർഡിന് അനർഹരായവരുടെ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ കേരളത്തിന് കൈമാറി. 3 ലക്ഷത്തിലധികം രൂപ വാർഷിക വരുമാനമുള്ളതായി കണ്ടെത്തിയ 86,000 പേരെയാണ് നിലവിൽ മുൻഗണനാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നത്. കുടുംബത്തിലെ ഒരാൾ ആദായ നികുതി അടക്കുന്നവരാണെങ്കിലും മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ലെന്നാണ് വ്യവസ്ഥ. പട്ടിക താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് കൈമാറിയിട്ടുണ്ട്. അനർഹരെന്ന് കണ്ടെത്തുന്നവർ സൗജന്യമായി കൈപ്പറ്റിയ ഭക്ഷ്യധാന്യങ്ങളുടെ വിപണി വില പിഴയായി ഈടാക്കും. അരിക്ക് കിലോഗ്രാമിന് 40 രൂപയും ഗോതമ്പിന് 29 രൂപയുമാണ് കണക്കാക്കുക. PM കിസാൻ സബ്സിഡി വാങ്ങുന്ന 1 ഏക്കറിലധികം ഭൂമിയുള്ളവർ, GST രജിസ്ട്രേഷൻ നടത്തിയവർ, കമ്പനി രൂപീകരിച്ചവർ തുടങ്ങിയവരെയും പരിശോധനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റേഷൻ കാർഡിലും പാൻ കാർഡിലും ലിങ്ക് ചെയ്ത ആധാർ വിവരങ്ങൾ ഉപയോഗിച്ച് AI സഹായത്തോടു കൂടിയാണ് അനർഹരെ കണ്ടെത്തുന്നത്. സ്മാർട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി കൂടുതൽ പേരുടെ വിവരങ്ങളും വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തിന് ലഭിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയൂ, എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്ക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ,